ലോകകപ്പിൻ്റെ ആവേശം കേരളത്തിൽ എങ്ങും മലയടിക്കുകയാണ്. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ നെട്ടൂരുള്ള ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളും മുന്നോട്ട് പോകുന്നത്. ഇവർ ഒരു വേറിട്ട ഒരു ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ തിങ്കളാഴ്ച നടക്കുന്ന ലോകകപ്പ് ഫൈനലിൻ്റെ ദിവസം ഇവർ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇവിടെ സ്കൂളിൻ്റെ അധികൃതരും മാനേജ്മെൻറ്റ് പ്രതിനിധികളൊക്കെ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. പ്രിൻസിപ്പളിലേക്ക് ചോദിക്കാം. മാഡം, എന്തായിരുന്നു ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണം? അത് ഫൈനൽ നടക്കുന്ന ടൈം ലേറ്റ് ആണല്ലോ. അപ്പോൾ പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കഴിയുമ്പം ഒരു 3 മണി, വെളുപ്പിനെ 3 മണിയൊക്കെ ആകുമായിരിക്കും. അതുകൊണ്ട് അവരുടെ ആ ഒരു ഇത് കൺസിഡർ ചെയ്ത്, ബിക്കോസ് ഓൾ ഓഫ് ദം ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഫുട്ബോൾ, പാരൻസും എല്ലാവരും ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ദേ വിൽ ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് ആൻഡ് കം ടു സ്കൂൾ. അപ്പോൾ ആ ഒരു ഇത് നോക്കിയിട്ടാണ് വി ഡിസൈഡഡ് ടു ഗിവ് എ ഹോളിഡേ. അല്ല, സാധാരണയായിട്ട് ഇപ്പോൾ സെമി ഫൈനൽസ് ഒക്കെ നടക്കുകയാണ്. പിള്ളേരൊക്കെ എങ്ങനെയാണ് ക്ലാസ്സിലിരിക്കുന്നതും? സെമി ഫൈനൽസ് നടക്കുമ്പോഴും അവർ കാണുന്നുണ്ട്. കാര്യം ഞാനിപ്പം എൻ്റെ ക്യാബിനിലിരുന്ന് ക്യാമറ നോക്കിക്കഴിഞ്ഞാൽ ഐ ക്യാൻ സീ സം ഓഫ് ദം സ്ലീപ്പിംഗ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളെ വിളിച്ച് ചോദിക്കുമ്പം അവർ പറയണത്, മാം വി സോ ദ സെമി ഫൈനൽസ് യെസ്റ്റർഡേ, അപ്പം പഠിക്കണ്ടേ, ബോർഡ് ക്ലാസ്സസ് അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയണ ഒരേ ഒരു കാര്യം ഇതാണ്, മാം ഇച്ചിരി ദിവസം കൂടെ ഉള്ളൂ, ഫൈനൽ കഴിഞ്ഞാൽ വിൽ സ്റ്റാർട്ട് സ്റ്റഡി. വൈസ് പ്രിൻസിപ്പൽ ഫാദറും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫാദർ, അപ്പോൾ ഈ ഒരു ദിവസത്തെ ലീവ് കൊടുക്കുമ്പോൾ അത് ഇതിനെ ബാധിക്കുമെന്ന് ചിന്തിക്കുന്നില്ല? അങ്ങനെ ബാധിക്കുന്നില്ല. പഠിത്തം മാത്രമല്ലല്ലോ സ്കൂളിംഗ് എന്ന് പറയുന്നത്. അവരുടെ എല്ലാ തലത്തിലുള്ളതായ കാര്യങ്ങളിലും ശ്രദ്ധിക്കണമല്ലോ. പിന്നെ ഒരു ദിവസം വേണേൽ കോമ്പൻസേറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഹോളിഡേ കൊടുത്താൽ ഒരു ശനിയാഴ്ച വരുമ്പോൾ അത് വേണേൽ വർക്കിംഗ് ഡേ ആയിട്ട് പഠിത്തം നമുക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇതൊരു നഷ്ടമൊന്നുമല്ല. എന്നാൽ പിള്ളേർക്കും പാരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ നന്നായിട്ട് അത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ മാം പറഞ്ഞ പോലെ ലോകകപ്പ് ഫൈനൽ കണ്ട് പിറ്റേ ദിവസം വന്ന് സ്കൂളിൽ പിള്ളേർ ഉറങ്ങുന്നതിലും അല്ലെങ്കിൽ ആബ്സെൻ്റ് ആവുന്നതിലും ഒക്കെ നല്ലത് ഒരു ദിവസം ലീവ് എടുത്ത് അത് കണ്ട് സ്വസ്ഥമായിട്ട് പിറ്റേ ദിവസം വരിക എന്നുള്ളതാണല്ലോ. ഇവിടെ ലോകകപ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ അതിൻ്റെ ആവേശം എല്ലാ രീതിയിലും ഉണ്ടായിരുന്നു. അതായത് ഒരു ദിവസം ജേഴ്സി ഡേ ആയിട്ട് ആഘോഷിച്ചിരുന്നു. ഇവിടെ ലോകകപ്പിൻ്റെ മാതൃകയൊക്കെ ഇതാക്കിയായിരുന്നു. എങ്ങനെ തുടക്കം മുതൽ തന്നെ വേൾഡ് കപ്പിൻ്റെ ആ ഒരു ആവേശം നമുക്കിപ്പോൾ ഉണ്ടോ? We had a not Flare Fest, like a FIFA Fest, where all the players came in jerseys and we played. Where there was an artificial trophy as well, so the winner will get the trophy along with the prize. There were flexes as well, so it was a very fun day for us. And now we're more excited for the final because we get a holiday and we don't have to wake up early, so we can watch it in peace. വിദ്യാർത്ഥികളെല്ലാവരും ഉണ്ട്. എങ്ങനെയാ ഫൈനലിൽ എത്തുന്നു? ആരാണ് ഇഷ്ട ടീമുകളൊക്കെ പുറത്തു പോയിട്ടുണ്ടോ അതോ എപ്പോഴും കളത്തിലുണ്ടോ? ഇല്ല, പുറത്തു പോയി. ഏത് ടീമിലാണ്? പോർച്ചുഗലായിരുന്നു, പക്ഷേ ഔട്ടായപ്പോൾ പിന്നെ ഫ്രാൻസായി. സ്പെയിൻ വേഴ്സസ് അർജന്റീന. നമുക്ക് നോക്കാം. എന്താ ഒരു പ്രഡിക്ഷൻ എന്തെങ്കിലും പറയാനുണ്ടോ? അർജന്റീനയാണ് ജയിക്കുള്ളൂ, പക്ഷെ ഞാൻ സ്പെയിനാണ്. ഇപ്പോൾ ഒരു സ്പോർട്സിലോട്ടുള്ള ഈ ഒരു എൻട്രി മാത്രമല്ല ഫുട്ബോളിലൂടെ ഇത്. ഇപ്പോൾ ഇവർ ഇങ്ങനത്തെ ഒരു ഇവൻറ്റ്സിലൊക്കെ എൻഗേജ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി ഇതിനൊരു പ്രൊമോഷൻ ഇങ്ങനെ കൊടുക്കുമ്പോൾ, അടുത്ത ദിവസം ഒരു ഹോളിഡേ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവർ ബാക്കിയുള്ള ആവശ്യമില്ലാത്ത ഇവരുടെ പ്രവണതകളിലേക്ക് പോകാതിരിക്കാനും കൂടിയുള്ള ഒരു എൻകറേജ്മെൻറ്റും കൂടിയാണിത്. കൂടുതൽ ഇമ്പോർട്ടൻസ് സ്പോർട്സിന് കൊടുത്തിട്ട് ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് തന്നെ പ്രഖ്യാപിച്ചേക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ഇതൊക്കെ എല്ലാം ഈ കുട്ടികൾ ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഇവൻറ്റിലേക്കൊക്കെ വന്നാൽ അതിൽ നിന്നൊക്കെ ഡൈവേർട്ടായി പോകാൻ കൂടുതൽ ചാൻസും ഉണ്ട്. എസ്പെഷ്യലി ഈ വേൾഡ് കപ്പൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ അതിന് വേണ്ടി യൂസ് ചെയ്താൽ നമ്മൾക്ക് സ്പോർട്സിന് നമ്മളുടെ കുട്ടികളുടെ എല്ലാ ഭാവിക്കും സ്പോർട്സിലൂടെയുള്ള ഒരു ഡെവലപ്മെൻറ്റും എല്ലാത്തിനും നല്ലൊരു എക്സാമ്പിളായിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റിയ നല്ലൊരു മാതൃകയാണ്. ഇപ്പോൾ സ്പെയിനാ. മുൻപ് പോർച്ചുഗൽ ആരാധകരാണ്, ഇപ്പോൾ നമുക്ക് സ്പെയിനിലാണ്. അപ്പോൾ സ്പെയിൻ അർജന്റീന ഫൈനൽ വരുന്നു. ആര് ജയിക്കുന്നുള്ള? അതായത് സ്പെയിനും അർജന്റീനയ്ക്കും ഒക്കെ ഒരുപോലെ ഇവർ ഇത് പറയുന്നുണ്ട്, പ്രഡിക്ഷൻ പറയുന്നുണ്ട്. മെസ്സി പെനാൽറ്റിയിലേക്ക് പോകുന്നു, മെസ്സി ഗോൾ അടിച്ചുകൊണ്ട് അർജന്റീന കപ്പ് ഉയർത്തുമെന്നും യമാലിലൂടെ സ്പെയിന് കപ്പിലെത്തുമെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും ലോകകപ്പിൻ്റെ ആവേശം ചോരുന്നില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഗ്രിഗോറിയൻ പബ്ലിക് സ്കൂളെന്നും നമുക്ക് പറഞ്ഞു നിർത്താം. ക്യാമറാമാൻ സച്ചിൻ സജിക്കൊപ്പം അബ്ദുൽ നാസർ എം എ, മീഡിയ 1 കൊച്ചി.